നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ നാളത്തെ കഥയെ കാണുന്ന ഗോമതി ആനന്ദിനെ ഉപദേശിക്കുകയാണ്. ആനന്ദ് ഷോപ്പിൽ നിന്ന് വന്നോണ്ടായിരുന്നുള്ളൂ. ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. കാരണം ശ്രീദേവിയുടെ കാര്യത്തിൽ ആനന്ദിനൊരു ശ്രദ്ധയില്ലെന്നും ഗോമതിക്ക് തോന്നി. അതുകൊണ്ടാണ് ആനന്ദിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ആനന്ദിനെ അവിടെ പിടിച്ചെടുത്തിട്ട് ഗോമതി ഉപദേശിക്കുകയാണ്. ഗോമതി ആനന്ദിനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നീ കാണിക്കുന്നുണ്ടല്ലോ അത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തെന്ന അമ്മേ? അതെ, ദേവിയുടെ വയറ്റൊരു കുഞ്ഞുണ്ടെന്ന് നിനക്കറിയാവോ? എന്നിട്ട് നീ അവൾക്ക് വല്ല ശ്രദ്ധയും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അമ്മേ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയണം. പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പോലും. എടാ, നിനക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ ഇന്ന് തന്നെ നീ അതെ അവളെ കുളിപ്പിക്കുന്ന സമയത്ത് ഇവിടെ കണ്ടേനോ. അപ്പൊ നിനക്കോ? ഓ, നിന്റെ ഷോപ്പിലെ കാര്യങ്ങളെ പ്രധാനം പറഞ്ഞ് നീ ഓടിയില്ലേ? അമ്മ, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കാരണം സഹിതം ഞാൻ പറഞ്ഞല്ലോ. തിരക്കായിരുന്നു, ഇന്ന് ചെന്നില്ല, ആ ഓർഡർ കിട്ടത്തില്ലായിരുന്നു, അതുകൊണ്ടാ. എടാ, നീ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് നീ അവൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ? ഞാൻ ഇതിനായിട്ട് അതൊന്നും കണ്ടിട്ടില്ലോ. അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, അല്ല, അവൾക്കുള്ള സാധനങ്ങളൊക്കെ അച്ഛനും എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നും അല്ലടാ ആനന്ദേ. അവളുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഇഷ്ടക്കേടുകൾ എന്താണെന്ന് നമ്മൾ അറിയണം. ഈ സമയത്ത് ഗർഭിണികൾക്ക് പല സാധനങ്ങളും കഴിക്കാൻ കൊതിയും കാര്യങ്ങളൊക്കെ കാണും. അതുമാത്രമല്ല, നിന്റെ കുഞ്ഞിനെയാ അവൾ വയറ്റി ചുമന്നിരിക്കുന്നത്. ഈ സമയത്ത് അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കേണ്ട ആള് നീയാണ്. അപ്പൊ നീയാണെങ്കിലോ അവളെ ഒന്ന് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. അവൾക്ക് നല്ല സങ്കടമുണ്ട് എന്തോ ഒരു കാര്യത്തില്. ഇന്ന് അവളോട് ഞാൻ ചോദിച്ചു, എന്താ വിഷമെന്ന്. രാവിലെ നീ പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല സങ്കടമായിരുന്നു. പക്ഷേങ്കിൽ അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിലേ അമ്മയോട് തുറന്നു പറ. അത് കേട്ടപ്പോൾ ആനന്ദൊന്ന് ഞെട്ടി. ദൈവമേ, പറയണോ വേണ്ടയോ? പറഞ്ഞിട്ടുണ്ടെ തീർന്നു അതോടുകൂടി. പിന്നെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അച്ഛനറിയും, ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും. വേണ്ട, തൽക്കാലത്തേക്ക് അത് പറയണ്ട. എന്താടാ നീ ഒന്നും പറയാത്തെ? നീയും ദേവിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ. നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ സൗന്ദര്യപ്പണക്കമാണെങ്കിൽ തീർക്കാന്ന് പറയണം. ആനന്ദ് പറഞ്ഞു, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ നീ അവളെ നന്നായിട്ട് കെയർ ചെയ്യണം. ദേ, ഈ സമയത്ത് അവളുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ കുഞ്ഞിനെ ബാധിക്കുന്നേ. ദേ, നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞ് വരണം കിട്ടണമെങ്കിൽ ഇപ്പൊ അവളുടെ മനസ്സ് നല്ല സന്തോഷമായിട്ടിരിക്കണം. ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കണം. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ എന്നെ എങ്ങനെയാ കണ്ടും കരുതിയിരുന്നതെന്ന് അറിയാവോ? എത്ര നല്ല സ്നേഹത്തോടെ ബാലേട്ടനോട് പെരുമാറിയിരുന്നെന്ന് അറിയാവോ? എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുമായിരുന്നു. എനിക്ക് വേണ്ട കെയറും കാര്യങ്ങളും ഒക്കെ തരുമായിരുന്നു. അതുപോലെ തന്നെ വേണം. എടാ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോ ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഭർത്താവിന്റെ കെയറിങ്ങും കാര്യങ്ങളുമാണ്. അത് ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഒന്നുമല്ലേലും ഇത്തരം പ്രായമുള്ളവനല്ലേ നീ. അത് പിന്നെ അമ്മ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ദേവിയുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ വിഷമായിപ്പോയി. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് ആനന്ദ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ആനന്ദിന് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. ആനന്ദ് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. കാര്യം പറഞ്ഞാൽ അവളുടെ ചതി അത് മാത്രമായിരുന്നു ആനന്ദിന്റെ മനസ്സിൽ. തൻ്റെ കുഞ്ഞിനെ വയറ്റി പേർന്നുകൊണ്ട് മാത്രമാണ് അവളെ തിരികെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. പക്ഷേങ്കിൽ ഇതിപ്പോൾ വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. താൻ അവളോട് വേണ്ടത്ര കെയറും കാര്യങ്ങളും കാണിക്കുന്നില്ലെന്ന് അമ്മയ്ക്ക് തോന്നി തുടങ്ങി. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഇവിടെ ഉള്ളവർക്കൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു കാരണവശാലും പാടില്ല എന്ന് കരുതിയിട്ട് ആനന്ദ് മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നപ്പോൾ ദേവി മുറിയിലുണ്ടായിരുന്നു. ദേവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആനന്ദ് ചോദിച്ചു, നീ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ദേവി പറഞ്ഞു, ഇല്ല ആനന്ദേട്ടാ, ഞാനൊന്നും പറഞ്ഞില്ല. എന്താ ആനന്ദേട്ടാ? അമ്മ എന്നോട് ചോദിച്ചു നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്താന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് വേണേ പറയായിരുന്നു, പക്ഷെ ഞാൻ അപ്പോഴൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, എന്നോടും അമ്മ ചോദിച്ചാലും ആനന്ദേട്ടാ, അവരുടെയൊക്കെ മുന്നിൽ വെച്ചെങ്കിലും നല്ല രീതിയിൽ എന്നോടൊന്ന് സംസാരിക്കണം. അല്ല, അവർക്കൊക്കെ സങ്കടമാവും. അവർക്ക് പല പല ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, പിന്നെ നീ ചെയ്ത ചതി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നീ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളില്ല. പിന്നെ ഞാനൊരു പാവമായതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. ദേവി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ആനന്ദേട്ട. പക്ഷെ നമ്മുടെ എൻ്റെ വയറ്റ് വളർന്ന കുഞ്ഞ് എന്ത് പഠിച്ചു? ആനന്ദേട്ട എൻ്റെ കൂടെ കുഞ്ഞല്ലേ അത്. അത് കേട്ടപ്പോൾ ആനന്ദൊന്നും മിണ്ടിയില്ല. ശ്രീദേവിക്ക് നല്ല സങ്കടമാവുന്നുണ്ടായിരുന്നു. ശ്രീദേവി പറഞ്ഞു, ഞാൻ ചെയ്ത ചതിയാ, സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ പേരിൽ എന്നെ വെറുക്കല്ല ആനന്ദേട്ട. ആനന്ദേട്ട കാല് പിടിക്കാനും എനിക്ക് സമ്മതമാണെന്ന് പറയണം. ആനന്ദ് പറഞ്ഞു, വേണ്ട വേണ്ട, ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അങ്ങോട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശ്രീദേവിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അതേ സമയത്ത് ആകാശ് കടയിലേക്ക് വന്നു. ബാലന് ആകെപ്പാട് ടെൻഷനായിരുന്നു. ബാലൻ ഡീലറെ കാണാനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ആകാശ് കടയിലേക്ക് വരുന്നത്. കാരണം രാവിലെ തൊട്ട് ആകാശ് കടയിലേക്ക് ചെന്നിട്ടേ ഉണ്ടായിരുന്നില്ല. വിളിക്കുമ്പോൾ ഇപ്പൊ വരാം എന്നൊരു പല്ലവി മാത്രമാണ് രാമേട്ടനോട് പറഞ്ഞത്.
അങ്ങനെ ആകാശ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോദിച്ചു, നീ ഇത് എവിടെയായിരുന്നു ചോദിക്കുക. അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാലൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഇങ്ങനെയാണ് നാളെ മുതൽ നീ കടയിലേക്ക് വരേണ്ട കാര്യമില്ല. ഹും, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ തോന്നിയാസത്തിന് വരാനുള്ള സ്ഥാപനമല്ല ഇത്. ഇതൊരു കടയാണെങ്കിലും അതിന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്നതിന് ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട്. സ്വന്തമാണെന്ന് വിചാരിച്ചോണ്ടേ ഇങ്ങനെ തോന്നുമ്പോൾ കയറി വരാനുള്ള സ്ഥലമല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അത് പിന്നെ അച്ഛാ കൂടുതലൊന്നും പറയണ്ട. ഇങ്ങനെയാണെങ്കിൽ നീ കടയിൽ നിൽക്കണം എന്ന് എനിക്കൊരു താല്പര്യമില്ല. നിനക്ക് പോകാമെന്ന് പറയണ. പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിട്ടകൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആകാശം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അത് കേട്ടോണ്ട് രാമേട്ടൻ വന്നിട്ട് ചോദിച്ചു, എന്താ ബാലേത്? വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം രാമേട്ട? അവൻ വന്ന സമയം കണ്ടോ? രാവിലെ എത്ര വട്ടം രാമേട്ടൻ അവനെ വിളിച്ച വന്നിട്ട് കടയിലേക്ക് വരാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. കോമഡി സ്റ്റോഴ്സ് ചെറുതാന്ന് എല്ലാവർക്കും തോന്നും. എങ്കിലും ഇവിടുത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ രാമേട്ടൻ അറിയാലോ. ഓരോരുത്തരുടെ സാധനങ്ങൾ കൊണ്ടേ കൊടുക്കണം, കൃത്യസമയത്ത് ഡെലിവറി കൊണ്ടേ കൊടുക്കണം. അതുകൊണ്ടൊക്കെയാണ് കോമഡി സ്റ്റോഴ്സ് ഇപ്പോഴും ഈ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നത്. കടയിൽ ആളില്ലാന്ന് വന്നാൽ എങ്ങനെയാ ശരിയാവുന്നേ? ധർമ്മനാണെങ്കിൽ കടയിൽ വരാനും തുടങ്ങിയിട്ടില്ല. രാമേട്ടൻ അറിയാവുന്ന കാര്യമില്ലേ? പിന്നെ ഞാൻ രാമേട്ടനും മാത്രമല്ലേ ഉള്ളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓടിപ്പോണ്ടെന്ന് ചോദിച്ചു. രാമേട്ടൻ പറഞ്ഞു, അത് ശരിയാ, എനിക്കറിയാം. പക്ഷെ ആകാശിനിപ്പം നല്ല മനമാറ്റമുണ്ട്. ആകാശിന്റെ സ്വഭാവം അറിയാലോ. അവൻ എങ്ങനെയെങ്കിലും കടയിൽ നിന്ന് ഇറങ്ങി പോയാൽ മതിയെന്നുള്ളൂ. അതോർത്തിട്ട് ആകാശ് ഇരിക്കണേന്ന് പറയാണ്. ബാലൻ പറഞ്ഞു, അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ രാമേട്ട. ആരെ നമുക്ക് പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല. അവന് അത്രയ്ക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്തിനാ അവനെ വിഷമിപ്പിക്കുന്നത്? അവൻ്റെ തോന്നിയ ദിവസം പോട്ടെ എന്നൊക്കെ രാമേട്ടനും ബാലനും പറഞ്ഞു. ബാലനും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ആകാശ് ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അവൻ്റെ പിന്നില് മിക്കവാറും മീനാക്ഷിയുടെ അച്ഛൻ കാണും. അയാളുള്ളത് കൊണ്ടായിരിക്കും മിക്കവാറും ഇവൻ ഇത്ര കിടന്ന് ചാടുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പുതിയ കട തുടങ്ങാന്നുള്ളൊരു മോഹം മനസ്സിലുണ്ടെന്ന് തോന്നേ. അതുകൊണ്ടാ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ബാലന്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതേസമയം ചൊറിച്ചിലൊക്കെ കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന് കയറുവാണ് സുകന്യ. സുകന്യക്ക് മൊത്തം ചൊറിഞ്ഞിട്ട് ഇവിടെയൊക്കെ ചൊറിഞ്ഞ് തടിച്ച് നല്ല ചുമന്ന് പാട് പോലെ കിടക്കണം. മുഖമൊക്കെ ചുമന്ന് പാടായി. അവിടെ എല്ലാം ഇങ്ങനെ ക്രീമൊക്കെ ഇങ്ങനെ വാരി കുത്തുകുത്ത് പോലെ ഇങ്ങനെ തേച്ച് വെച്ചേക്കുവാണ്. ദേഹം മൊത്തം ചൊറിഞ്ഞൊരു പരുവായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുറിയിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ധർമ്മൻ അങ്ങോട്ട് കയറി വരുന്നത്. ധർമ്മൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം ധർമ്മം ഞെട്ടിപ്പോയി. മുഖത്ത് മൊത്തം ഇങ്ങനെ കുത്തുകുത്തൊക്കെയായിട്ട് വലിയൊരു ഭീകര രൂപയായിട്ട് പെട്ടെന്ന് ഉദയഭാന് തോന്നി. അയ്യോ പ്രേതെന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാന് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. ആ സമയത്ത് സുകന്യ ഞെട്ടിപ്പോയി. കാരണം സുകന്യ കണ്ണാടിക്കകത്ത് നോക്കി കഴിഞ്ഞപ്പോൾ സുകന്യയും ഞെട്ടിപ്പോയി. കാരണം മുഖത്തിങ്ങനെ പാടും കാര്യങ്ങളെല്ലാം ആകുമ്പോഴത്തേനും കണ്ടാ തിരിച്ചറിയാത്ത വിധമായിപ്പോയി. അങ്ങനെ ധർമ്മം കാറിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ മീനാക്ഷിയും മിത്ര ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു, എന്താ മാമ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. പ്രേതെന്ന് പറയണ. പ്രേതമോ എവിടെ? അത് ഞങ്ങളുടെ മുറിയിൽ. മുറി പ്രേതോ? പോ മാമ ഒന്ന് കള്ളം പറയാതെ. എന്റെ പൊന്നു ദേവി, ഞാൻ സത്യം പറഞ്ഞ അല്ലെങ്കിൽ വന്ന് നോക്കാൻ പറയണ. അങ്ങനെ അവരെയും കൂട്ടി മുറിയിലേക്ക് വരുമ്പോൾ സുകന്യ ഇങ്ങ് നോക്കി. ഒരു മിനിറ്റ് അവരെ ഒന്ന് ഞെട്ടിപ്പോയി ആദ്യം. പിന്നീട് മിത്ര പറഞ്ഞു, മാമ ഇത് പ്രേതമൊന്നും അല്ല എന്ന് പറയണ. പ്രേതമല്ലേ? പിന്നെയോ? അല്ല ഇത് പ്രേതമല്ല, ചെറിയച്ഛൻ്റെ ഭാര്യ ഏതെന്ന് പറയണം മിത്ര. സുകന്യ നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. സുകന്യക്ക് നല്ല ദേഷ്യമായി. സുകന്യ അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, ഇതെന്ത് പറ്റി സുകന്യേച്ചി? മുഖത്ത് മൊത്തം ഇങ്ങനെ എന്തോ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെന്താന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടല്ലെന്ന് ധർമ്മനോട് പറയണം. എന്താ സുകന്യ നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. പിന്നെ മഞ്ഞൾ വെള്ളം ബോഡിയിലുണ്ടാകുന്ന അണുക്കളൊക്കെ മാറ്റുമെന്ന് പറഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ച് കുളിച്ചപ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടായതാ ഇതെന്ന് പറയണം. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ലോ. ആ സമയം അവള് സുകന്യ പറഞ്ഞു, എനിക്ക് സത്യം അറിയണം. സത്യം പറ മിത്ര, നീ അതിനകത്ത് എന്താ കലക്കിയത്? നീ അതിനകത്ത് എന്തോ കലക്കിയിട്ടുണ്ടായിരുന്നു. അത് വീണിട്ടാ എനിക്കിപ്പം കണ്ടില്ലേ ഈ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. എന്നിട്ട് മീനാക്ഷി മിത്രം പരസ്പരം നോക്കണം. മിത്ര പറഞ്ഞു, വെറുതെ അനാവശ്യം പറയാമെന്ന് പറയണ. അനാവശ്യമല്ല, ഉള്ള സത്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, പിന്നെ എന്തോ കലക്കി പോലും. അതിനുശേഷം വെള്ളം വെച്ചിട്ട് ദേവിയെ കുളിപ്പിച്ചല്ലോ. ദേവിക്ക് ഒരു പ്രശ്നമില്ലോ, പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുകന്യയുടെ മുഖമൊക്കെ ആണ് മാറി. ആ സമയത്ത് മീനാക്ഷി മിത്രം പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അവരുടെ ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ സുകന്യ ഇവിടെ നിനക്കൊക്കെ ചിരിക്കാം എന്ന് പറയാണ്. ധർമ്മം പറഞ്ഞു, സുകന്യ ഹോസ്പിറ്റൽ വല്ലതും പോകണം, ഒന്ന് പോയിക്കോ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് സുകന്യ ചൊറിഞ്ഞുകൊണ്ട് ഓടുവാണ്. ആ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനും മീനാക്ഷിയും മിത്ര എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.